റിജക്ഷൻ ഇമെയിൽസ് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ലൈഫിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറില്ല. ആദ്യമായിട്ടൊരു NHS റിജക്ഷൻ വന്നപ്പോൾ കുറച്ചധികം വിഷമമായി. ഇൻ്റർവ്യൂ റിജക്ഷൻ വന്നപ്പോൾ വളരെ അധികം വിഷമമായി. അന്ന് ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്നായിരുന്നു എൻ്റെ വിശ്വാസം. എന്നിട്ടും എനിക്ക് റിജക്ഷൻ കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. അന്നൊരു പക്ഷേ ഇനി എനിക്കൊരിക്കലും കിട്ടില്ല എന്ന് ഞാൻ എന്നെ ജഡ്ജ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരിക്കലും കിട്ടാൻ പോകുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ആലോചിക്കുമ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ കിട്ടാതിരുന്നത് എന്തായാലും നന്നായി. ജോബ് റോളിനെ വെച്ച് നോക്കിയാലും അതല്ല ട്രസ്റ്റിനെ വെച്ചിട്ട് നോക്കിയാലും ഇനി എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും സാലറി ആണെങ്കിലും ഈവൻ ബാൻഡ് പോലും ആദ്യത്തെ ഇൻ്റർവ്യൂ കിട്ടിയ ജോലിയേക്കാളും ഒരുപാട് നല്ലൊരു ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരുപാട് നല്ല സ്റ്റാഫാണുള്ളത്. ഒരുപാട് നല്ല വർക്കിംഗ് സ്പേസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത് കിട്ടാതിരുന്നപ്പോൾ ഉണ്ടായ വിഷമം ഇന്നില്ല. ദിവസങ്ങൾക്കിപ്പുറം മാസങ്ങൾക്കിപ്പുറം അതൊരു വിഷമം അല്ലാതായി മാറി. ഇത് തന്നെയാണ് ലൈഫിലെ ഓരോ റിജക്ഷൻസും. കിട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് വിഷമം ഉണ്ടാകുമെങ്കിലും അതിലും വലിയൊരു സാധനം നമുക്ക് കിട്ടുന്ന സമയത്ത് അതൊന്നും അല്ലാണ്ടായി മാറും. ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ലൈഫിലുണ്ടായിട്ടുണ്ട്. അന്നത് റിയലൈസ് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതിലും വലുത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇന്ന് ഓഫീസിൽ പോയപ്പോൾ കിട്ടിയതാണ്. ഒരുപാട് സന്തോഷം.